നമസ്കാരം ഡിയേഴ്സ്. ഞാനിപ്പോ എന്തേ ചെയ്യണേന്നല്ല നിങ്ങൾ ആലോചിച്ചത്. വേറെ ഒന്നുമല്ല, ഇതൊക്കെ ഓരോ സൂപ്പർ പവേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമുക്ക് എല്ലാവർക്കും ഓരോ സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്? മറ്റേ സിനിമയത്തെ പോലെ മിന്നൽ മുരളിയിലൊക്കെ കണ്ടോ? അതേക്കെ പോലെയൊക്കെ നമുക്കൊരു ഓരോ പവേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? ഇൻവിസിബിൾ ആവാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആവാനുള്ള കഴിവ്, എന്തും എടുത്ത് പൊക്കാനുള്ളത് അല്ലെ, അത്രത്തോളമുള്ള സ്ട്രോങ്, അങ്ങനെയൊക്കെ ഓരോ പവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായാലേ? നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ ഓരോ സൂപ്പർ പവറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം, ഇന്നത്തെ വീഡിയോയില് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ബെസ്റ്റ് 5 സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ഡ്രാമകളാണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഫാന്റസി വേൾഡിൽ നടക്കുന്ന ഓരോ സ്റ്റോറീസ് ആണ്. റിയാലിറ്റിയിൽ ഇത് പോസിബിൾ അല്ല, പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് ഫാന്റസി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഡ്രാമകൾ എന്തായാലും ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലിട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ആൽക്കമി ഓഫ് സോൾസ്. ഇതുണ്ടല്ലോ, സോൾസ് മാറ്റേഴ്സ് ആണ്. കാരണം ഓരോ സോൾസ് ബോഡി ചേഞ്ച് ആവുകയാണ് കേട്ടോ. അതായത് ഇപ്പൊ എൻ്റെ ഒരു ആത്മാവിന് വേറൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കാനുള്ള ഒരു പവർ, അല്ലെങ്കിൽ നമുക്ക് ഓരോ എനർജികൾ യൂസ് ചെയ്തിട്ട്, ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയർ ആയിക്കോട്ടെ, തീ ആയിക്കോട്ടെ, അപ്പൊ ആ ഒരു എനർജികളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഇങ്ങനെ വാറൊക്കെ നടത്താനുള്ള കഴിവ്, അങ്ങനെയൊക്കെ ഒരു പവേഴ്സ് ഉള്ള ഒരു വില്ലേജിലെ സ്റ്റോറിയാണ് ആൽക്കമി ഓഫ് സോൾസ് എന്ന് പറയുന്ന ഡ്രാമയിൽ നടക്കുന്നത് കേട്ടോ. അതായത് മൊത്തം ഫാന്റസി ആണ്, യഥാർത്ഥ ഒരു വില്ലേജ് അല്ല അവിടെ. ഓരോരുത്തർക്കും ഓരോ പവേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു പവേഴ്സ് എല്ലാം ഓരോ കുട്ടികൾ ലേൺ ചെയ്യാണ് കേട്ടോ. 4 സ്റ്റുഡൻസ് ഈ പവർ എല്ലാം ലേൺ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ ഈ ഒരു പവേഴ്സ് ഒക്കെ ലേൺ ചെയ്യണമെങ്കിൽ ഒരു മാസ്റ്റർ വേണം. ഈ എല്ലാ പവറുകളും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ജീനിയസ് ആയിട്ടുള്ള മാസ്റ്റർക്ക് മാത്രമാണ് നമ്മുടെ കഥയിലെ നായകന് ഈ പവറുകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. സോ അവർ ആ ഒരു മാസ്റ്ററിനെ തേടുകയാണ്. പക്ഷെ ട്വിസ്റ്റ് ആയിട്ട് ആ ഒരു മാസ്റ്റർ നമ്മുടെ കഥയിലെ നായികയാണ് ആവുന്നത് കേട്ടോ. സോ അവര് തമ്മിൽ ഒന്നിച്ചിട്ട് ഇതെല്ലാം പഠിക്കുന്ന ഒരു സ്റ്റോറി ഇതിലൂടെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടാവുന്നതെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. ഓക്കെ, ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ഇതിരുടെ കെമിസ്ട്രി ഒക്കെ കാണാൻ നല്ല രസമാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. സോ ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവും നമ്മളൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ ഫാന്റസിയാണ്, അതിന്റെ ഒരു മൈൻഡിൽ നിങ്ങൾ എടുക്കുക, ആ ഒരു മൈൻഡിൽ നിങ്ങൾ സ്റ്റോറി കാണുക. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ ജെ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ജങ് സോമിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ഈ ഡ്രാമിനെ പറ്റിയിട്ട് ഞാൻ വേറെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 സീസൺസ് ആണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് സീസണിലാണെങ്കിൽ 20 എപ്പിസോഡ്സും സെക്കൻഡ് സീസണിലാണെങ്കിൽ 10 എപ്പിസോഡ്സും ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സീസണിൽ അഭിനയിക്കുന്നത് ലീ ജെ വൂക്ക് എന്ന് പറയുന്ന ആക്ടറും ജങ് സോമിൻ എന്ന് പറയുന്ന ആക്ട്രസും ആണ്. എന്നാൽ സെക്കൻഡ് സീസണിൽ ആയപ്പോഴേക്കും നമ്മുടെ ആക്ട്രസ് ചേഞ്ച് ആവുന്നുണ്ട്. അതിൽ ഫീമെയിൽ ലീഡ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗോ യങ് ജൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. സോ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സീസൺ 2 കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കഥ ടോട്ടലി മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ബോർ അടിക്കൊന്നുമില്ല, നമുക്ക് ഫണ്ണായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ആൽക്കമി ഓഫ് സോൾസ്. ഇനി സെക്കൻഡ് ഡ്രാമയാണ് 2017 റിലീസ് ആയിട്ടുള്ള വൈൽ യു വർ സ്ലീപ്പിംഗ്. ഇതിലെ പവർ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിലുണ്ടല്ലോ നമ്മുടെ നടിക്ക് കാര്യങ്ങൾ മുൻകൂട്ടിയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഇനിയിപ്പോ അടുത്തത് നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഓൾറെഡി അവൾക്ക് മനസ്സിലാവാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഇന്നത് സംഭവിക്കും ഇനി നമുക്ക് അറിയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. പക്ഷെ അവൾക്ക് അങ്ങനെ പ്ലാൻ അത് അവൾക്ക് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം. എന്തായാലും പവർ അവൾക്ക് ഇന്നതാണ്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനുള്ള ഒരു കഴിവാണ് നമ്മുടെ കഥയിലെ നായികയ്ക്കുള്ളത് കേട്ടോ. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയും കൂടി
കൂടിയാണ്. പിന്നീട് സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ബേസൂസി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ലീ ജെ സൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. ടോട്ടൽ ആയിട്ട് 32 എപ്പിസോഡ്സ് ആണ്. പക്ഷെ ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഓരോ എപ്പിസോഡ്സും ക്യൂരിയോസിറ്റിയിൽ കാണാൻ പറ്റിയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് കേട്ടോ. തേർഡ് ഡ്രാമയാണ് ഏഞ്ചൽസ് ലാസ്റ്റ് മിഷൻ. ഇത് 2019 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആൻഡ് ഫാന്റസി ഡ്രാമയാണ് കേട്ടോ. അപ്പൊ ഇതിലെ പവർ എന്താന്ന് വെച്ചാല് ഒരു ഏഞ്ചല് നമ്മുടെ ഭൂമിയിലോട്ട് പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നടീനെ അവൻ മീറ്റ് ആക്കുകയാണ്. ശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, ഇവര് തമ്മിൽ പ്രണയത്തിലാവോ, അല്ലെങ്കിൽ നമ്മുടെ നടിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇവര് പ്രണയത്തിലായാൽ തന്നെ എങ്ങനെയായിരിക്കും ഭൂമിയിൽ ജീവിക്കുക എല്ലാം പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഏഞ്ചൽസ് ലാസ്റ്റ് മിഷൻ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഷിൻ ഹേ സൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ഡാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു ലൈഫ് ജേർണി ഒക്കെ നിങ്ങൾ കാണാൻ മറക്കരുത്. ഇതിലും ടോട്ടൽ ആയിട്ട് 32 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. ഈ 32 എപ്പിസോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ എപ്പിസോഡ്സും അരമണിക്കൂർ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു 16 എപ്പിസോഡ്സിന്റെ ലെങ്ത് തന്നെയാണ് ഈ 32 എപ്പിസോഡ്സിലും ഉള്ളത് കേട്ടോ. സോ മറക്കാണ്ട് നിങ്ങൾ ഈ ഒരു ഡ്രാമയും കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഫോർത്ത് ഡ്രാമയാണ് 2019 റിലീസ് ആയിട്ടുള്ള അബ്യൂസ്. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. കാരണം ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് പാക് ബോയങ് എന്ന് പറയുന്ന എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ് കേട്ടോ. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡ്രാമയിലേക്ക് എത്തിപ്പെട്ടത്. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ നടനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് കാരണം മരണത്തിന്റെ വരെ എത്തുകയാണ് കേട്ടോ. സോ പക്ഷെ അവർ ജീവിതത്തിലോട്ട് തിരിച്ചെത്തുകയാണ്. എങ്ങനെയാണ് എത്തുന്നത്? പുതിയ ശരീരത്തിലാണ് അവർ എത്തുന്നത്. അതായത് ബോഡി ചേഞ്ച് ആവുകയാണ് കേട്ടോ. എന്നിട്ടാണ് അവർ ലൈഫിലോട്ട് വരുന്നത്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. എങ്ങനെ ആയിരിക്കും അവർ ആ ഒരു ബോഡി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക, എന്ത് ശക്തി ആയിരിക്കും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. കൂടാതെ സൈഡിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയും കൂടി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വർത്ത് വാച്ചിങ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് അബ്യൂസ്. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഇതിലെ പാക് ബോയങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആൻ ഹ്യോ സ്യോപ്പ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. ആൻ ഹ്യോ സ്യോപ്പ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഡോക്ടർ റൊമാൻറ്റിക് എന്ന് പറയുന്ന ഡ്രാമ ഉണ്ടല്ലോ, ആ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ് ഈ ഡ്രാമയിൽ അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവരുടെ കെമിസ്ട്രി, ഇവിടെ റൊമാൻസ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ മറക്കാണ്ട് ഈ ഒരു ഡ്രാമ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ലാസ്റ്റ് ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയുന്നുണ്ടായിരിക്കും. 2017 റിലീസ് ആയിട്ടുള്ള സ്ട്രോങ് വുമൺ ഡബോങ്സും. ഇത് ഓൾറെഡി ആ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കഥയിലെ നായികയ്ക്ക് ഭയങ്കര സ്ട്രോങ് പവർ ആണ് കേട്ടോ ഉള്ളത്. എന്തും ഇടിച്ച് പരത്താനും എന്ത് വെയിറ്റ് ഉള്ള സാധനം പൊന്തിക്കാനും ഉള്ള ഒരു പവറാണ് നമ്മുടെ കഥയിലെ നായികയ്ക്കുള്ളത് കേട്ടോ. സോ അവൾ എന്ത് ചെയ്യാണ്, നമ്മുടെ നായകനെ മീറ്റ് ആക്കുകയാണ്. നായകൻ എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയിലെ CEO ആണ് കേട്ടോ. നമ്മുടെ കഥയിലെ നായകന്റെ ബോഡി ഗാർഡ് ആയിട്ടാണ് നമ്മുടെ നടി ചെന്ന് എത്തുന്നത് കേട്ടോ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, ഭയങ്കര കോമഡി ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡ്രാമയാണ് സ്ട്രോങ് വുമൺ ഡബോങ്സ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. കാരണം ഇത് പാക് ബോയങ് എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഡ്രാമയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ ഒരു ഡ്രാമ ഷൂട്ട് ചെയ്യുന്ന ടൈമില് ഈ ഒരു ആക്ടറിന് നമ്മുടെ ആക്ട്രസിനോട് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ കെമിസ്ട്രി കാണാനായിട്ട് അതിൽ ഭയങ്കര രസമാണ്. റിയൽ ആയിട്ടാണ് ആ ഒരു ഫീലിംഗ് ആ ഒരു നടൻ ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു ഡ്രാമ ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡ്രാമ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ആ ഒരു നടിയുടെ ആ ഒരു ക്യൂട്ട് ആക്ടിങ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ പാക് ബോയങ്ങും പാക് ഹ്യോൺ സിക് എന്ന് പറയുന്ന ആക്ടറും ആണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ആണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഡ്രാമ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാണ്ട് തന്നെ ഈ ഡ്രാമ പോയിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇതില് ഫാന്റസി, അതേപോലെ തന്നെ റൊമാൻറ്റിക്കും പിന്നെ ക്രൈം ത്രില്ലറും ആണ് കേട്ടോ. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയും കൂടി ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ട് തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇത്രയും ഡ്രാമാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉള്ള ഡ്രാമകൾ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 5 ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഡ്രാമ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഡ്രാമ ഏതാണ് ഇഷ്ടം എന്നുള്ളതും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.